എന്റെ മകനെ കൊന്നതിൽ നിനക്കും പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. എന്തൊക്കെയാ സത്യം ഈ പറയുന്നേ? എനിക്കോ ശാലിനിക്കോ ഇതിലൊരു പങ്കുമില്ല. വിഷ്ണു മരിച്ചത്... മിണ്ടരുത് നീ. ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ജോൺ സാറൊക്കെ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അനു, ഞാൻ വരുന്നത് വരെ ചേച്ചി ഒരിടത്തേക്കും വിടാതെ ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ. ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഓക്കെ മാഡം. അല്ല, എന്താ ശാലിനി? ഷാരിയേച്ചി ഓഫീസിലുണ്ടെന്ന്. അമ്മേ വേഗം വരണേ, നമുക്ക് പുറത്തു പോകാനുള്ളതാ. പപ്പി, വേഗം നമുക്ക് റെഡിയാവാം. ആന്റി വാ. തനിക്കെന്താ കഴിക്കാൻ വേണ്ടത്? പ്രകാശൻ എന്താ വേണ്ടേ? അതെ, ഇനി മുതൽ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവാ. അപ്പോ ഭാര്യമാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഭർത്താക്കന്മാർക്കേ ജീവിതത്തിൽ റോൾ ഉള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്യാം. എന്താ? ഓ, ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നല്ലോ, ഭാഗ്യം. താൻ എപ്പോഴും പറയാറില്ലേ ഞാനൊട്ട് റൊമാൻറ്റിക് അല്ല എന്ന്? ഇന്നത്തെ നമ്മുടെ പർച്ചേസിംഗിൽ തനിക്ക് എന്ത് തോന്നി? തനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കൃത്യമായി ഞാൻ സെലക്ട് ചെയ്തത്? അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. മധുരയിൽ പോയപ്പോ വല്ല മൈൻഡ് റീഡിംഗ് പരിപാടിയിലും പോയി തലവെച്ചോന്നും ഞാൻ ചിന്തിച്ചു. എന്താ സാർ വേണ്ടത്? 2 ഓറഞ്ച് ജ്യൂസ്, പിന്നെ 2 വെജ് കട്ട്ലേറ്റും. ഓക്കെ സാർ. ഇത് താനിപ്പോ മനസ്സിൽ വിചാരിച്ചല്ലേ? അത് കള്ളം. ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തേ, നമുക്ക് ആ കളറൊക്കെ ഒന്നുകൂടി നോക്കിയാലോ? ആ, ഒരു കവർ എവിടെ? തന്റെ ആ ചുരിദാറിന്റെ ടോപ്പ് വെച്ച കവർ. അയ്യോ, അതെടുത്തില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെൻഷൻ ആവണ്ട, അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം. എങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. അതൊന്നും വേണ്ട. എന്തായാലും നമ്മൾ ഓർഡർ കൊടുത്തില്ലേ? താൻ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. ഇവിടെ അടുത്തല്ലേ? ഇപ്പൊ വരാം. അതെ, പിന്നെ എന്താ? പെട്ടെന്ന് വരണേ. എടാ മക്കളെ വിഷ്ണുവേ, നീ വൈകിട്ട് വരുമ്പോഴേ അവളെ ശാലിനും കൂടെ കൂട്ടിക്കൊണ്ട് വരണേ. ഇത് 4 സ്ഥലത്തെ കളക്ഷനാ. നമ്മുടെ റാഫിലൊന്ന് തെന്നിക്കളിക്കാൻ നോക്കി, പക്ഷെ ഞാൻ വിടുവോ? കൈയോടെ തന്നെ അങ്ങ് മേടിച്ചു. പൊന്നി, ആ ചന്ദ്രൻപിള്ള വീണ്ടും പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിശ്ശികയൊന്നുമില്ല, എങ്കിലും സത്യാമ്മയെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ സത്യാമ്മ,
പൊന്നി, ശിവ, ആ താക്കോലിങ് തന്നേക്ക്. ആ ജീപ്പിന്റെ താക്കോലിങ് തന്നേക്കാൻ. നാളെ മുതല് നീ ഇവിടെ ജോലിക്ക് വരണ്ട. എന്റെ മകനെ കൊന്നവളെ സംരക്ഷിക്കുകയാണല്ലോ ഇപ്പൊ നിന്റെ പണി. അങ്ങനെ ഒരാളുടെ സഹായം എനിക്കിനി വേണ്ട. സത്യമേ, ഒന്നും നീ ഇനി ഇങ്ങോട്ട് പറയണ്ട. എല്ലാം എനിക്ക് കൃത്യമായി അറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നതും. സത്യമേ, സത്യമേ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല. എന്റെ ധാരണകളെല്ലാം തന്നെ ശരിയുമായിരുന്നു. എന്റെ മകനെ കൊന്നതിൽ നിനക്കും പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. എന്തൊക്കെയാ സത്യമേ പറയുന്നേ? എനിക്കോ ശാലിനിക്കോ ഇതിലൊരു പങ്കുമില്ല. വിഷ്ണു മരിച്ചത്... മിണ്ടരുത് നീ. ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഇല്ലെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുവരും. അന്നേ കൂട്ടുപ്രതിയുടെ വേഷത്തിൽ നീ ഉണ്ടാവരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്റെ മകനെ പോലെ തന്നെയായിരുന്നു. പ്രകടിപ്പിച്ചില്ലെങ്കിലും രാഘവേട്ടൻ സ്നേഹിച്ചതിന് തുല്യമായി. എന്നിട്ടും ചതിച്ചില്ലേട ശിവ നീ ഞങ്ങളെ. പാല് തന്ന കൈക്ക് തന്നെ നീ തിരിഞ്ഞു കൊത്തി അല്ലേ? സത്യാമ്മ പറഞ്ഞു കൂട്ടുന്ന എല്ലാം മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാ. എന്റെ ചിന്തകളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. നീ ചെയ്തൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ നീ കൂട്ടുനിന്നു. നിന്റെ മൗന അനുവാദം അവൾക്ക് സഹായമായിട്ട് പ്രവർത്തിച്ചു. അവൾക്കൊരിക്കലും തനിയെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ല. എടാ, പാവായിരുന്നില്ലടാ എന്റെ മോൻ. എന്റെ വിഷ്ണുവിന്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണിക്കാതെ എവിടേക്ക് കൊണ്ടുപോയില്ലേ നിങ്ങള്? അനാഥപ്രേതം പോലെ തീർത്ത് കളഞ്ഞില്ലേടാ നിങ്ങളവന്. ദൈവം പോലെ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇത് നൊന്തു പെറ്റ ഒരു അമ്മയുടെ വാക്ക.